بسم الله الرحمن الرحيم ألف لام ميم تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور. واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. ألا ليت شعري هل بيتن ليلة بواد بحولي إذخر وجليل وهل آردا يوما مياها مجنتي وهل يبدو لي شامة وطفيل. ആദരണീയരായ തിരൂർക്കാട് സയ്യിദ് കുഞ്ഞുട്ടി തങ്ങൾ, സമാദരണീയരായ മറ്റു സാദാത്തുക്കൾ, ഓരോ ദിവസവും നേതൃത്വം നൽകുന്നതിന് പ്രത്യേകം സാദാത്തുക്കളും ഉലമാക്കളും ഇവിടെ ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെയും മറ്റു പണ്ഡിതന്മാരുടെയും ഈ പരിപാടിയുടെ ചെയർമാൻ കൂടിയായ MN കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള മറ്റു ഉമറാക്കളുടെയും സാന്നിധ്യത്തിൽ
സൂറത്തു ലുഖ്മാൻ പശ്ചാത്തലമാക്കിയുള്ള പ്രഭാഷണത്തിന്റെ 4-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നാം സംസാരിക്കുന്നത് ലുഖ്മാന്റെ 10 ഉപദേശങ്ങളാണ്. നിരവധി ഹദീസുകളിലൂടെ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു നടത്തിയ ഉപദേശങ്ങൾ കിതാബുകളിൽ വന്നിട്ടുണ്ട്. കുറെ ഹദീസുകൾ ഇസ്രായേലി ചുവ ഉള്ളതാണ്. അതുകൊണ്ട് അത് നാം കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഇസ്രായേലി നിവേദനങ്ങളിൽ നിന്ന് വരുന്ന വചനങ്ങൾ ഇസ്ലാമിക ആശയങ്ങൾക്ക് വിരുദ്ധമല്ലെങ്കിൽ ഉദ്ധരിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നാം പരാമർശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ ലുഖ്മാൻ സൂറത്തിലെ സർവസമ്മതങ്ങളായ, ഖുർആൻ പറഞ്ഞാൽ തന്നെ സർവസമ്മതം ആണ്. 13-ാം വചനം മുതൽക്ക് 19-ാം വചനം വരെയുള്ള ഭാഗങ്ങൾ ലുഖ്മാന്റെ ഉപദേശങ്ങളാണ്. ഉപദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഉപദേശങ്ങൾ നിർബന്ധമായി നടത്തേണ്ടതും ഐച്ഛികമായി നടത്തേണ്ടതും എല്ലാം ഉണ്ട്. നിർബന്ധമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നിർബന്ധമാണ്. സുന്നത്തായ കാര്യങ്ങൾ ഉപദേശിക്കേണ്ടത് സുന്നത്തുമാണ്. ഒരു പ്രദേശത്ത് ഉപദേശിക്കുവാൻ പറ്റിയ ഒരു പണ്ഡിതൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അദ്ദേഹം തന്നെ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അദ്ദേഹവും വേറെ പലരും ഉപദേശിക്കുവാൻ പറ്റിയവരുണ്ടെങ്കിൽ ഒരാൾക്ക് പ്രത്യേകമായി ഫർള് ഐനായി നിർബന്ധമാവുകയില്ല. ആ പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഉപദേശിക്കണം. ആരും ഉപദേശിക്കുന്നില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി മാറും. സുന്നത്തായ കാര്യങ്ങൾ അത് ആർക്കും ഉപദേശിച്ചു കൊടുക്കൽ പ്രത്യേകം നിർബന്ധമില്ല. പക്ഷേ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ശിആർ, അതിന്റെ അടയാളം ലോകത്ത് നിലനിൽക്കണമെങ്കിൽ സുന്നത്തുകൾ സജീവമാക്കുകയും അത് നിരന്തരമായി പ്രബോധനം നടത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവിടെ ഉപദേശിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു തയ്യൽക്കാരനാണ്. ഒരു തുന്നൽക്കാരന്റെ ഉപദേശത്തിന് എന്താണ് പ്രസക്തി എന്ന് നാം അന്വേഷിക്കുമ്പോൾ ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ ഉപദേശിക്കുവാൻ ഒരു തുന്നൽക്കാരന് ബാധ്യതയില്ല. അയാളുടെ കയ്യിൽ കിട്ടുന്ന തുണി തുന്നുക, തുണി സംബന്ധമായി എന്തെങ്കിലുമൊക്കെ വിവരമുണ്ടെങ്കിൽ തുണിയുമായി വരുന്നവരോട് പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞ ദിവസത്തെ പ്രഭാഷണത്തിൽ മുടി വെട്ടുന്നയാൾ ഉപദേശിച്ചു കൊടുത്തത് വലിയ പണ്ഡിതനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ആയിരുന്നു. അത് നിർബന്ധമുള്ള കാര്യങ്ങൾ പറഞ്ഞതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ വലിയ ഗുരുവിനെ ഉണർത്തുകയായിരുന്നു. അപ്പോൾ സാധാരണക്കാർക്ക് പണ്ഡിതന്മാരെ ചില കാര്യങ്ങൾ ഉണർത്താവുന്നതാണ്. അതിന് ഉപദേശം എന്ന് പറയുകയില്ല. പണ്ഡിതന്മാരോട് ചില കാര്യങ്ങൾ ഉണർത്താം. പ്രഭാഷണം നടത്തുന്ന ആളോട് നിങ്ങൾക്ക് ഉണർത്താം. അപ്പൊ ഒരു തയ്യൽക്കാരൻ ജനങ്ങളെ ഉണർത്തുന്ന വചനങ്ങൾ അല്ല വേദഗ്രന്ഥത്തിൽ പറയുന്നത്. പിന്നെ സത്യത്തിൽ ഇത് എല്ലാവരോടുമുള്ള ഉപദേശമായി ഖുർആൻ ഉദ്ധരിച്ചത് കൊണ്ട് തുന്നൽക്കാരന്റെ റോളിൽ നിന്ന് കാര്യം വിട്ടു. പിന്നീട് ഇതിന്റെ ഗൗരവം കടന്നു വരുന്നത് ഒരു തുന്നൽക്കാരന്റെ ഉപദേശമായിട്ടല്ല ഖുർആൻ പറയുന്നത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വചനം എന്ന നിലയിൽ തന്നെ ഈ ഉപദേശത്തിന്റെ ഗാംഭീര്യം വർദ്ധിച്ചു. രണ്ടാമത് ഈ ഉപദേശം നൽകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മീഡിയേറ്റർ മുഖേനയാണ്. അപ്പോൾ
തുന്നൽക്കാരനിൽ നിന്ന് വിട്ട് അള്ളാഹുവിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്ന ഉപദേശം എന്ന അർത്ഥത്തിൽ ഇതിന് വലിയ വലിപ്പവും വിശാലതയും ഗൗരവവും ആയി കഴിഞ്ഞു. ഇനി ലുഖ്മാന്റെ ഉപദേശം എന്ന നിലക്കല്ല നാം ഇവിടെ സംസാരിക്കുന്നത്, അള്ളാഹുവിന്റെ ഉപദേശം എന്ന നിലക്കാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടത്, സമൂഹത്തിൽ ഏതു തലത്തിൽ ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന വ്യക്തിയായാലും അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കൽ നിർബന്ധമുള്ള ഒരു മേഖലയുണ്ട്. അത് സ്റ്റേജ് കെട്ടിയിട്ടുള്ള ഉപദേശമോ വയലോ പ്രഭാഷണമോ അല്ല അയാൾക്ക് ബാധ്യതയായിട്ടുള്ളത്. മറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹം വലിയ ആളാണ്. നമ്മളൊക്കെ നമ്മുടെ ഭാര്യമാരും മക്കളും അടങ്ങുന്ന ആ യൂണിറ്റിലെ ഏറ്റവും വലിയ ആളാണ്. പുറത്തു പോയാൽ നമ്മൾ അത്ര പ്രധാനപ്പെട്ട ആരും ആയില്ലായിരിക്കാം. കമ്മിറ്റിയിൽ നമ്മൾ ആരുമല്ല, പല വേദികളിലും നമ്മൾ ആരുമല്ല. പക്ഷെ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ആൾ നമ്മളാണ്. ആ വീട്ടിലെ കുടുംബനാഥൻ. റേഷൻ കാർഡിൽ ഒതുങ്ങി നിൽക്കാനുള്ളതല്ല കുടുംബനാഥന്റെ റോൾ. മറിച്ച് അത് വലിയൊരു ഉത്തരവാദിത്തം ഉള്ള മേഖലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളിൽ ഓരോരുത്തരും ഇടയന്മാരാണ്. നിങ്ങളുടെ കീഴിലുള്ള ആടുകളെ പറ്റി നിങ്ങളോട് അള്ളാഹു ചോദിക്കുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ കീഴിലുള്ളവരെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും. ഭാര്യ ഓരോ വീട്ടിലും ഉള്ള സ്ത്രീ ആ വീട്ടിലെ കാര്യങ്ങളെ സംബന്ധിച്ച് അവളോടാണ് ചോദ്യം വരിക. വീട് തൂത്തുവാരുന്നത്, വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഭർത്താവ് ഇല്ലാത്ത സമയത്ത് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അതുപോലെ മറ്റ് വിഷയങ്ങളൊക്കെ ഗ്രഹഭരണം എന്ന് പറയുന്ന ഹോം സയൻസിൽ ഉൾപ്പെടുത്തുകയും അത് ഭാര്യയുടെ ചുമതലയിൽ ഇസ്ലാം വെക്കുകയും ചെയ്തു. പക്ഷെ മൊത്തത്തിൽ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ആ വീട്ടിലെ കുടുംബനാഥനാകുന്ന പുരുഷനാണ്. ആ പുരുഷൻ എന്ന അർത്ഥത്തിൽ ലുഖ്മാൻ ഇവിടെ തിളങ്ങുകയാണ്. നല്ല തിളക്കം. അല്ലാഹു തആല ആ മഹാവ്യക്തിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പരിധിയിൽപ്പെട്ട വീട്ടിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ നിരന്തരമായി ഉപദേശിക്കുവാനുള്ള എന്തോ ഒരു പ്രത്യേക കഴിവ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതിന് ചിലപ്പോൾ കമാൻഡിങ് പവർ ആവശ്യമായി വരും. ചിലപ്പോൾ ശാസ്ത്രീയമായി സൈക്കോളജി തന്നെ പഠിച്ച് മനസ്സിലാക്കേണ്ടി വരും. കാരണം നമ്മുടെ ഭാര്യ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പിൽ ആകണമെന്നില്ല. നമ്മൾ അവിടെ കല്യാണം കഴിക്കുമ്പോൾ നോക്കിയത് സൗന്ദര്യം ഉണ്ടോ എന്ന് മാത്രമാണ്. പിന്നെ ഏതാണ്ട് വലുപ്പവും ഏതാണ്ട് ഒക്കുമോ എന്ന് നാം നോക്കിയിരുന്നു, കുടുംബ പശ്ചാത്തലവും നോക്കിയിരുന്നു. പക്ഷേ അവളുടെ മറ്റു സ്വഭാവങ്ങളും രീതികളും നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മുടെ വീട്ടിലെത്തിയതിനു ശേഷം മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എത്തിയതിന് ശേഷമുള്ള ആ ഭാര്യയെ നിയന്ത്രിക്കുവാൻ നല്ല കഴിവും അതിന് പുറമെ അള്ളാഹുവിന്റെ തൗഫീഖും ഉണ്ടാവണം. ആ ഭാര്യയിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുവാനും നമ്മൾ മനസ്സിലാക്കും വളരെ എളുപ്പമാണ്. എന്റെ വാപ്പ ഭരിച്ചതുപോലെ, എന്റെ ബാപ്പ എന്നെ തർബിയത്ത് ചെയ്തതുപോലെ എന്റെ കുട്ടിയെ എനിക്ക് സംസ്കരിച്ചെടുക്കാൻ കഴിയും എന്ന് ഞാൻ കരുതിക്കൂടാ. കാരണം എന്റെ കുട്ടി എന്റേത് മാത്രമല്ല, എന്റെ ഭാര്യയുടേത് കൂടിയാണ്. അപ്പൊ ഒരുപക്ഷെ ആ ഭാര്യയിൽ നിന്ന് വരുന്ന ചില ജീനുകളായിരിക്കാം ആ കുഞ്ഞിൽ മികച്ചു നിൽക്കുന്നത്. എന്നിൽ നിന്ന് പോയ ജീനുകളെക്കാൾ ഭാര്യയിൽ നിന്ന് വന്ന ജീനുകൾക്കാണ് പ്രഭാവം വർദ്ധിക്കുന്നത് എങ്കിൽ ആ കുഞ്ഞിനെ കീഴ്പ്പെടുത്താൻ ഞാൻ മാത്രം ശ്രമിച്ചാൽ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവളും കൂടി ശ്രദ്ധിക്കണം. അവൾ നമ്മളെ റൂട്ടിൽ ആകണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മളേലാണ്. സംഗതി കുറച്ച് പ്രയാസമാണ്. കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുവാനുള്ള കാരണം ഈ തരം വേർതിരിക്കൽ നടത്താൻ നാം ശ്രമിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഇതൊരു അധ്യായം തന്നെയാക്കി എടുത്ത് സമൂഹത്തിനു മുൻപിൽ സമർപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള വലിയൊരു രഹസ്യം, ഇത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. കുഞ്ഞുങ്ങളെ തോളിൽ വെക്കുകയാണോ വേണ്ടത്, കൈപിടിച്ച് കൊണ്ടു നടക്കുകയാണോ വേണ്ടത്, കയറിട്ട് കുടുക്കി വലിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായി വരുന്ന ഒരു മേഖലയാണ്. മുമ്പ് ഒരു കുഞ്ഞിനെ ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്, മദ്രസയിലേക്ക്. കുട്ടിക്ക് മദ്രസയിലേക്ക് പോകാനാവട്ടെ വല്ലാത്ത വിഷമമുണ്ട്. അവനെ വീണ്ടും വീണ്ടും പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്, വാ മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ വരുന്നില്ല. പിന്നെ കൈ പിടിച്ചു വലിക്കാൻ തുടങ്ങി. അങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോഴാണ്
അപ്പുറത്തുനിന്നൊരു കശാപ്പുകാരൻ ഒരാടിനെ അറക്കാൻ വേണ്ടി വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അയാൾ ആ ആടിനെ കൊണ്ടുപോകാൻ വല്ലാതെ കഷ്ടപ്പെടുന്നത് ഈ കുട്ടി കണ്ടപ്പോൾ കുട്ടി ബാപ്പയോട് ചോദിക്കുകയാണ്, മദ്രസയിലേക്കാണോ ആടിനെയും കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും ഇവന് മദ്രസയിലേക്ക് പോകാൻ താല്പര്യമില്ല. ആടിന് കശാപ്പുശാലയിലേക്ക് പോകാനുള്ള അതേ ഒരു രൂപത്തിൽ കുട്ടി ഇത് കാണുകയാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്റ്റൈലിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരണം എങ്കിൽ വളരെയധികം പ്രയാസം ഉണ്ട്. ആ പ്രയാസങ്ങൾ ലഘൂകരിക്കുവാനുള്ള ഒരു മാർഗം ഈ അധ്യായത്തിൽ അള്ളാഹു തുടക്കത്തിൽ തന്നെ അതിന്റെ സൈക്കോളജി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ മുൻപിൽ ഈ വിഷയം ഇടുന്നത്. പിന്നെ കിതാബുകളിലൊക്കെ കാണാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ല. നോമ്പ് നിർബന്ധമുണ്ടോ? ഇല്ല. വാജിബാത്തുകൾ എന്ന് നാം പറയുന്ന നിർബന്ധമുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് നിർബന്ധമില്ല. ഹറാമുകൾ എന്ന് നാം വിളിക്കുന്ന കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ഹറാമുമില്ല. അപ്പോൾ പിന്നെ പ്രായപൂർത്തിയാകുന്നത് വരെ അത് അവർക്ക് നിർബന്ധങ്ങളും കുറ്റങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് അവരെ ഇഷ്ടം പോലൊക്കെ ചെയ്തു കൊള്ളട്ടെ എന്ന ഒരു ലാഘവത്വം പലപ്പോഴും ആധുനിക സമൂഹത്തിൽ കടന്നു വരാറുണ്ട്. അവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാൻ പോവുകയാണ്. ഇപ്പൊ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി ഒരു തെറ്റായ കാര്യം പ്രവർത്തിക്കുന്നു. അവന്റെ കയ്യിൽ നാം കാണുന്നത് മദ്യത്തിന്റെ ഒരു കുപ്പിയാണ്. അത് അടുത്ത വീട്ടിലെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. അതുമായിട്ട് അവൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതൊരു പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവന്റെ കയ്യിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ഗൗരവത്തോടെ താക്കീത് ചെയ്യും. എന്താണെന്നൊക്കെ ചോദിക്കും. 10 വയസ്സുള്ള കുട്ടിയുടെ കയ്യിലാകുമ്പോൾ ചില രക്ഷിതാക്കൾ അവിടെ ഒരു അയഞ്ഞ നിലപാട് സ്വീകരിക്കും. ചെറിയ കുട്ടിയല്ലേ, അടുത്ത പറമ്പ് എന്തോ കിട്ടിയ ചെറിയ കുട്ടിയല്ലേ, ആര് വിഷയാക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ലേശം പിന്നോട്ട് പോകും. നിസ്കാരത്തിന്റെ കാര്യവും നോമ്പിന്റെ കാര്യവും ഒക്കെ അങ്ങനെയാണ്. 10 വയസ്സുള്ള കുട്ടി നോമ്പ് നോൽക്കാതെ പരസ്യമായി അവൻ ചായയും പലഹാരവും എല്ലാം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ അങ്ങാടിയിൽ വെച്ച് ഓറഞ്ച് വാങ്ങിയിട്ട് പൊളിച്ചവൻ തിന്നുകയാണ്. അത് അവനെ സംബന്ധിച്ച് ഹറാമല്ല. അവനെ സംബന്ധിച്ചത് ഹറാമല്ല, കാരണം അവന് പ്രായപൂർത്തിയായിട്ടില്ല. പക്ഷേ ആ കുട്ടിയെ നിർബന്ധമുള്ള കാര്യങ്ങളിലേക്ക് പരിശീലിപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. അവിടെയാണ് ആ കുട്ടിക്ക് അത് പ്രവർത്തിക്കൽ സുന്നത്തേ ഉള്ളൂ എങ്കിലും മാതാപിതാക്കൾ കുട്ടികളെ അത് പരിശീലിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പൊ സംഗതി ഗൗരവത്തിലേക്ക് വന്നത്. കുട്ടികൾക്ക് അത് പ്രവർത്തിച്ചിട്ട് യാതൊരു പ്രത്യേക പ്രതിഫലമൊന്നുമില്ല. കുട്ടി നോമ്പ് നോറ്റാൽ അതിന്റെ കൂലി ആർക്കാണ് ലഭിക്കുക? ബാപ്പക്കാണ്, ഉമ്മക്കാണ്. കുട്ടിക്ക് ചെറിയൊരു കൂലി, പ്രോത്സാഹനത്തിന് വേണ്ടി ഒരു പ്രതിഫലം കൊടുക്കുകയാണ്. കുട്ടി അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ആ കുട്ടി നേരെ സ്വർഗത്തിലേക്കാ പോവുക. പിന്നെ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി ചെറിയൊരു കൂലി കൊടുക്കും. യഥാർത്ഥ കൂലി ലഭിക്കുന്നത് ആർക്കാണ്? ഉമ്മക്കും ബാപ്പക്കുമാണ്. അതല്ലേ നമുക്ക് കിട്ടും, മാതാപിതാക്കൾക്ക് ലഭിക്കും. അല്ലാഹു തആല അങ്ങനെ നമ്മളെ മീസാൻ എന്ന് പറയുന്ന ആ തുലാസ് ഭാരമുള്ളതാക്കി തരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ കിതാബുകളിൽ കാണാം, നിഹായയിലും അതുപോലെ തുഹ്ഫയിലും മറ്റ് ഫിഖ്ഹിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാം, കുട്ടികൾക്ക് വാജിബാത്തായ കാര്യങ്ങൾ പരിശീലിപ്പിക്കുക എന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ തടഞ്ഞു നിർത്തുക എന്നത് മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. കുട്ടികൾ ആ തെറ്റ് ചെയ്യാതിരുന്നാൽ, തെറ്റ് ചെയ്താലും പ്രശ്നം, അവർക്ക് തെറ്റില്ല, അവർക്ക് പ്രായമായിട്ടില്ലല്ലോ, അതുകൊണ്ട് അവരെ ഭാഷയിലെ തെറ്റല്ല. മാതാപിതാക്കൾക്ക് ആ കുട്ടികൾ വാജിബാത്തുകൾ ചെയ്യുന്നതിന് പ്രോത്സാഹനം നൽകൽ, പ്രേരിപ്പിക്കൽ, ആ വിഷയത്തിലേക്ക് 10 വയസ്സ് ആയിക്കഴിഞ്ഞാൽ കുട്ടികളെ നോമ്പ് നോൽക്കാൻ പ്രേരിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഈൻ. നിങ്ങളുടെ കുട്ടികൾ 7 വയസ്സ് പ്രായമായാൽ നിങ്ങൾ നിസ്കരിക്കുവാൻ അവരോട് കൽപ്പിക്കണം. കൽപ്പനയാണ്, നിങ്ങൾക്ക് നിർബന്ധമായി കഴിഞ്ഞു. 7 വയസ്സാവുമ്പോഴേക്ക്, 7 വയസ്സ് എന്ന് പറഞ്ഞാൽ വകതിരിവിന്റെ പ്രായം. സ്വയം തിന്നുകയും സ്വയം കുടിക്കുകയും സ്വയം ശുദ്ധി വരുത്തുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് തംയീസ് എന്ന് പറയുക. ആ പ്രായം 7 വയസ്സാകുമ്പോഴേക്ക് അത് കഴിഞ്ഞു. 2ാം സ്റ്റെപ്പിലേക്ക് കുട്ടി വരികയാണ്. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് വരികയാണ്.
ആ ബാല്യത്തിലേക്ക് വരുന്ന ആ പീരീഡിൽ കുട്ടിയോട് നിസ്കരിക്കാൻ പറയൽ നിർബന്ധമാണ്. കുട്ടി നിസ്കരിക്കൽ നിർബന്ധമല്ല, നമ്മൾ അവരോട് ഉപദേശിക്കൽ നമുക്ക് ബാധ്യതയാണ്, നിർബന്ധമാണ്. 10 വയസ്സായിട്ട് കുട്ടിക്ക് നിസ്കാരത്തിന്റെ യാതൊരു ശ്രദ്ധയുമില്ല, നോമ്പിന്റെ ശ്രദ്ധയുമില്ല എങ്കിൽ വദ്രിബൂഹും അലൈഹാ, ആ കുട്ടികളെ നിങ്ങൾ തല്ലണം. 10 വയസ്സായിട്ട് നിസ്കാരത്തിന്റെ ഒരു ചിന്തയുമില്ല. ബാപ്പ ചിലപ്പോഴൊക്കെ പറയടോ നിസ്കരിക്കുക, അപ്പൊ അമ്മ പറയും അവൻ ചെറിയ കുട്ടിയല്ലേ, നിങ്ങൾ എന്നെ ഇപ്പൊ അടുത്തല്ല തുടങ്ങി, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആ കുട്ടി അവിടെ ഉറങ്ങിക്കോട്ടെ പടപ്പേ, വെറുതെ അതിനെ ബുദ്ധിമുട്ടാക്കണ്ട. ഇവിടെ ഇസ്ലാം പറയുന്നത് വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്ർ, അവർക്ക് 10 വയസ്സായിട്ട് അവർ നിസ്കരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവരെ തല്ലണം. അവിടെ നിഹായിൽ പറയുന്നു തല്ലി എത്ര തവണ? 3 തവണ, 3 തല്ല്. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന തല്ലുകൾ മുഴുവനും അത് പീഡനങ്ങളല്ല, മർദ്ദനങ്ങളല്ല. പിന്നെയോ കൈ ഉയർത്താതെ, കൈ ഓങ്ങാതെ. പക്ഷെ അങ്ങനെ തല്ലിയാൽ നമുക്ക് തല്ലി ഒരു റാഹത്ത് കിട്ടൂല, അല്ലെ? നമുക്ക് തല്ലി എന്നൊരു സമാധാനം കിട്ടണമെങ്കിൽ നന്നായി കൈയും വടിയും ഇങ്ങനെ ഉയർത്തിട്ട് ഇങ്ങനെ തല്ലണം. അവിടെ ഇസ്ലാം പറയുന്നു, ഇസ്ലാമിൽ ഒരു അടിയും കൈ ഉയർത്തി കക്ഷം വെളിവാകുന്ന രൂപത്തിലുള്ള അടി ഇസ്ലാമിൽ ഇല്ല. അത് വ്യഭിചാരത്തിനുള്ള അടിയിൽ പോലും കൈ ഉയർത്തിക്കൊണ്ട് കക്ഷം ഉയരുന്ന രൂപത്തിൽ വടി ഉണ്ടാവട്ടെ ഇല്ലാതാവട്ടെ. മാത്രവുമല്ല ഗൈറ മുബർരിഹിൻ, കുട്ടിയെ തല്ലുന്ന സമയത്ത് പരിക്കേൽപ്പിക്കാൻ പാടില്ല. ഈ നിയമങ്ങൾ ബാപ്പക്ക് മാത്രമല്ല ഉമ്മക്കും ബാധകമാണ്, അതുപോലെ വലിയാപ്പക്കും ബാധകമാണ്. ഇതെല്ലാം പ്രത്യക്ഷത്തിൽ ഈ നിയമം വരിക, ആദ്യം ഈ നിയമം വരുന്നത് ബാപ്പയിലേക്കാണ്. ആ ബാപ്പ ഇല്ലെങ്കിൽ, ബാപ്പ ഗൾഫിലാണെങ്കിൽ ഉത്തരവാദിത്വം എങ്ങോട്ട് പോകുന്നു? ഭാര്യയിലേക്ക് പോകുന്നു. കാരണം വീട്ടിൽ അവളാണ് ഉള്ളത്. അങ്ങാടിയിലാകുമ്പോൾ ഈ ഉത്തരവാദിത്വം ഭാര്യക്കല്ല, പിന്നെയോ ബാപ്പന്റെ ജ്യേഷ്ഠനിലേക്കും അനുജനിലേക്കും പോകുന്നു. അങ്ങാടിയിൽ കുട്ടിയുണ്ട്, കുട്ടീന്റെ പേര് നാസിർ എന്നാണ്, ബാപ്പ അഷ്റഫാണ്, അബുദാബിയിലാണ്. അങ്ങാടിയിൽ കുട്ടിയുണ്ട്, കുട്ടി അവിടെ ഒരു ക്ലബിലേക്ക് കയറുന്നു. അവിടെ മദ്യവും മറ്റ് തോന്നിയാസങ്ങളും എല്ലാം നടക്കുന്ന ക്ലബിലേക്ക് മകൻ കയറുന്നു, ഈ കുട്ടി കയറുന്നു. അത് കണ്ടാൽ ബാപ്പയുടെ അനുജനും ജ്യേഷ്ഠനും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കൽ നിർബന്ധമാണ്. നിർബന്ധമാണ്, സുന്നത്തല്ല. ഇവര് ചെറിയ കുട്ടിയാണ്, ആ കോണി ഇങ്ങനെ കയറി മേലോട്ട് പോവുകയാണ്. ഇറങ്ങവിടെ. ആ ഓൻ വേഗം ഇറങ്ങി വന്നു. എന്താ അങ്ങോട്ട് പോകുന്നു? ഞാനിവിടെ ഒരു പത്രം നോക്കാൻ. പത്രം എവിടെ വേണ്ട? പത്രം എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്, ഈ കട എവിടെ നോക്കിയാൽ മതി, അങ്ങോട്ട് പോകണ്ട എന്ന് ആ കുട്ടിയെ ഉപദേശിക്കൽ ബാപ്പന്റെ ജ്യേഷ്ഠനും അനുജനും നിർബന്ധമാണ്. അതിനു പകരം ഇസ്ലാമിക ശരീഅത്ത് പറയുന്നു അൽ അമ്മു സിൻഉൽ അബീ, ബാപ്പയുടെ പകുതിയാണ് അമ്മ്. ബാപ്പന്റെ ജ്യേഷ്ഠനും ബാപ്പന്റെ അനുജനും എളാപ്പ മൂത്താപ്പമാർ ബാപ്പയുടെ പ്രതീകങ്ങളാണ്. അവരെ ബഹുമാനിക്കണം, ബാപ്പയെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കണം. ഈ ബഹുമാനം കിട്ടണമെങ്കിൽ ബാപ്പ ചെയ്യുന്ന പണിയൊക്കെ അവർ ചെയ്യണം, എന്നാലേ നടക്കും. ബാപ്പയുടെ പ്രധാനമായ റോൾ, ബാപ്പയുടെ റോൾ കുട്ടിയെ വാജിബാത്ത് പരിശീലിപ്പിക്കലാണ്, നിർബന്ധമുള്ള കാര്യങ്ങൾ പരിശീലിപ്പിക്കലാണ്, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കലാണ്. ഈ ഉത്തരവാദിത്വം ബാപ്പ ചെയ്യുന്നില്ല. ബാപ്പ ഗൾഫിലായി പോയത് കൊണ്ട് ജ്യേഷ്ഠനിലേക്കും അനുജനിലേക്കും വരുന്നു. ഇനിയും കിതാബുകളിൽ കാണാം വഅലൽ അഖിൽ കബീർ, വല്യക്കായ്ക്കും ഈ നിയമം ബാധകമാണ്. ഇക്കാക്ക, ജ്യേഷ്ഠൻ, ബാപ്പവിടല്ല. എന്നാൽ ഈ കുട്ടിയെ നിസ്കരിപ്പിക്കേണ്ട ബാധ്യത, നോമ്പ് നോൽക്കാൻ അവനെ ഉപദേശിക്കേണ്ട ബാധ്യത, വടിമെല്ലെ എടുത്ത് കാണിച്ചു കൊടുക്കുന്ന ബാധ്യത ഈ ജ്യേഷ്ഠനിലേക്ക് വരുന്നു. അപ്പൊ ജ്യേഷ്ഠനും ബാധ്യതയുണ്ട്, മദ്രസയിലെ ഉസ്താദിനും ഈ ബാധ്യതയുണ്ട്. അതുകൊണ്ട് മദ്രസയിലെ ഉസ്താദുമാർ കുട്ടികളെ 2 മണിക്കൂർ കിട്ടുന്ന സമയത്തിന്റെ ഇടയിൽ ആ കുട്ടികളെ കൈയിന്റെ നഖം നോക്കണം. ആ നഖത്തിന്റെ ഉള്ളിൽ മാലിന്യമുണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിക്കണം. അവരുടുത്ത തുണി പൊട്ടിയതാണോ കീറിയതാണോ എന്ന് നോക്കണം. ആ പൊട്ടിയ തുണി ഉടുത്താണ് ആ കുട്ടികൾ നിസ്കരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ ആ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവർക്ക് നല്ല നിയമം പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും ഞാൻ ഏറ്റിട്ടില്ല, മദ്രസയിലെ വിഷയം പഠിപ്പിക്കാനേ എനിക്ക് ബാധ്യതയുള്ളൂ. ഹുദൈബിയ സന്ധിയാണ് ഇന്നത്തെ വിഷയം, അത് ശരിക്കും ഞാൻ പഠിപ്പിക്കും, അടിപൊളിയായി പഠിപ്പിച്ചു കൊടുക്കും.
അല്ലാതെ കുട്ടിന്റെ ബാക്കി തുണീന്റെ കാര്യവും കുപ്പായത്തിന്റെ കാര്യവും ഒന്നും പറയാൻ എനിക്ക് ബാധ്യതയില്ല എന്ന് ഒരൊറ്റ മുഅല്ലിമും മനസ്സിലാക്കണ്ട. അതാ കിതാബുകളിൽ കാണുന്നു, ഫത്ഹുൽ ബാരിയിൽ കാണുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് വഹയുമായി വരുമ്പോൾ, ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരുമ്പോൾ ആദ്യത്തെ വഹി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്ന് അട്ടയുടെ വലിപ്പ അട്ടയെ പോലെയുള്ള ഭ്രൂണത്തിൽ നിന്ന് കുഞ്ഞിനെ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ പേരിൽ വായിക്കുക. ഈ വചനവുമായി വരുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായിക്കാൻ പ്രയാസപ്പെടുകയാണ്. മാ അന ബിഖാരിൻ, എനിക്ക് വായന അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഫഗത്തനി ജബ്രായീലു, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് എന്നെ കൂട്ടിപ്പിടിച്ചു. കല്ലാ ലതർകബുന്ന തബഖൻ അൻ തബഖ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ ലോകത്ത് അനുഭവിക്കുന്ന പലജാതി വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ വേദന ആ കുട്ടി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് സഹിച്ച വേദനയാണ്. രണ്ടാമത്തെ വേദന ഗർഭാശയത്തിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വന്നപ്പോൾ അവന്റെ പൊക്കിൾക്കൊടിയാകുന്ന കോടുവയറ് ഒരാൾ വന്ന് മുറിച്ചു, ആ മുറിച്ചപ്പോഴുള്ള വേദനയാണ്. മൂന്നാമത്തെ വേദന അവനെ മദ്രസയിൽ കൊണ്ടുചേർത്തിയപ്പോൾ ആ ഉസ്താദിൽ നിന്ന് ലഭിക്കുന്ന തർബിയത്തിന്റെ വേദനയാണ്. ആ വേദനയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് റസൂലുള്ളാഹിനെ അതാ കൂട്ടിപ്പിടിക്കുന്നു. വഖത്തനി ജബ്രായീലു, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ കൂട്ടിപ്പിടിച്ചു 3 തവണ. ആ വേദനയാണ് തർബിയത്തിന്റെ ഭാഗമായി ഒരു പിതാവിൽ നിന്ന്, ഒരു ഉസ്താദിൽ നിന്ന് ഒരു കുട്ടിക്ക് ലഭിക്കേണ്ടത് പീഡനമല്ല, മറിച്ച് ആ കുട്ടിക്ക് തോന്നണം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഈ ഗുരുനാഥൻ എന്നെ ശാസിക്കുമെന്നൊരു പേടി ആ കുട്ടിക്ക് വേണം. ബാപ്പയെയും കുട്ടിക്ക് പേടി വേണം. ബാപ്പയും കുട്ടിയും സുഹൃത്തുക്കളായാൽ പറ്റുകയില്ല. ലേശം ഒരു കുട്ടിക്ക് ഒരു പേടി ഉണ്ടാവണം. ആ പേടിക്ക് വേണ്ടിയാണ് വടിയെ സംബന്ധിച്ച് അവിടെ പറഞ്ഞത്. മൂന്നാമത് പറയുന്നു, ഫർരിഖൂഹും ഫിൽ മളാജിഇ, നിങ്ങളെ കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ വിട്ട് അവരെ കിടത്തണം. ബാപ്പയും കുട്ടിയും കൂടി ഒരു വിരിപ്പിൽ കിടക്കാൻ പാടുണ്ടോ? ഇല്ലേ. 10 വയസ്സുള്ള കുട്ടിയും ബാപ്പയും ഒരു വിരിപ്പിൽ കിടക്കണ്ട. 10 വയസ്സ് പ്രായമായ ആൺകുട്ടികളെയും 10 വയസ്സായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ തന്നെ ഇടകലർത്താൻ പാടില്ല. അവരെ വേറെ വേറെ കിടത്തണം. നോക്കൂ, പത്രങ്ങളിലല്ലേ ഇത് നമ്മൾ വായിക്കുന്നത്. അതാ പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ബാപ്പ വ്യഭിചരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. മഅദല്ലാഹ്, 10ഉം 12ഉം വയസ്സുള്ള പെൺകുട്ടിയെ ബാപ്പ അതാ ഉപയോഗിക്കുകയാണ്. കിടക്കുന്നത് എവിടെ ശ്രദ്ധിക്കണം. ഒരു വലിയ വീടാണ്, ഭർത്താവാണെങ്കിൽ ഗൾഫിലാണ്, ഒരു സ്ത്രീ മാത്രമേ വീട്ടിലുള്ളൂ. അവിടെ ബാപ്പയുടെ ഈ ഭർത്താവിന്റെ ബാപ്പ വീട്ടിലിടയ്ക്കിടെ വരാറുണ്ട്. അവിടെയെല്ലാം കിടക്കുന്ന സ്ഥലം നേരത്തെ നിർണയിച്ചു വെക്കണം. അല്ലാതെ ഇന്ന് ഞാൻ ഈ റൂമിലാണ്, നീ അവൾ കിടന്നു, പിറ്റേന്ന് പറഞ്ഞു ഞാൻ ആ റൂമിലാണ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഈ മാറ്റം കൊണ്ട് സ്ഥലം തിരിയാതെ വരികയും വിഷമങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് പറയുന്നു, നിങ്ങളെ കുട്ടികൾ കിടക്കുമ്പോൾ കിടപ്പറയിൽ അവരുടെ ഇടയിൽ വേർതിരിവുണ്ടാക്കണം. ഒരൊറ്റ ബെഡിൽ എല്ലാ മക്കളെയും കൂടി കിടത്തരുത്, ലാഭം കിട്ടും. ഒരു കട്ടിൽ വാങ്ങിയിട്ടുണ്ട്, 5 മക്കളുണ്ട്, എല്ലാം അവിടെ കിടന്നോളെ. മോർച്ചറി അത് എല്ലാം അവിടെ കിടന്നോ. എന്നാ ഒരു ബൾബുണ്ട്, കാര്യങ്ങളൊക്കെ ഒക്കും. ഒറ്റ ബൾബ് മതിയാണ്. 5 എണ്ണം അവിടെ കിടക്കുകയാണ്. അതിന്റെ ഒരു സൈഡില് വാപ്പ, മറ്റേ സൈഡിൽ ഉമ്മ. നല്ല കമ്പനിയായി. ഇബ്ലീസ് വരും, നമ്മൾ എപ്പോഴും പേടിച്ചു കൊള്ളണം. നിങ്ങൾ നോക്കൂ, എപ്പോഴും പേടിക്കേണ്ട വിഷയമാണ്. രക്തം നടക്കുന്ന സ്ഥലത്ത് മുഴുവനും പിശാച് നടക്കുന്നതാണ്. അതുകൊണ്ട് സ്വഹീഹായ ഈ ഹദീസിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, 7 വയസ്സ് പ്രായമായ കുട്ടിയെ നല്ല കാര്യങ്ങൾ പരിശീലിപ്പിക്കൽ ഉമ്മക്കും ബാപ്പക്കും നിർബന്ധമാണ്. 10 വയസ്സ് പ്രായമായിട്ട് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അടിക്കുമെന്ന് അവനെ ശാസിക്കലും താക്കീത് കൊടുക്കലും നിർബന്ധമാണ്. അവരെ കിടപ്പറയിൽ വേർതിരിക്കലും നിർബന്ധമാണ്. കുട്ടിക്ക് നിർബന്ധം തന്നെ സാധനമേ ഇല്ല. പക്ഷേ കുട്ടികൾക്ക് ഇത് ചെയ്തു കൊടുക്കൽ, ഈ പരിശീലനം നൽകൽ മാതാപിതാക്കളുടെ ബാധ്യതയാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ലുഖ്മാൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ
കുഞ്ഞിനെ ഇതാ ഉപദേശിക്കാൻ പോവാണ്. കല്യാണം കഴിച്ച് അതിലൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ വലിയൊരു ബാധ്യതയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. വലിയൊരു ബാധ്യതയാണ്. നമ്മളെ കയ്യിലൊരു കുഞ്ഞു വരികയാണ്. ഞാൻ ഓർക്കുന്നു, കല്യാണം കഴിച്ച് 2-3 കൊല്ലം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായപ്പോൾ എൻ്റെ അനുഭവം, എൻ്റെ അനുഭൂതി, ഈ ഗർഭമായി ആ കുഞ്ഞിങ്ങനെ വളരുന്നതിനനുസരിച്ച് സ്ത്രീയുടെ വയറിങ്ങനെ വലുതാകുന്നു. അപ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെ പറയും, ഡേറ്റ് വരുന്നുണ്ട്, പ്രസവം എടുക്കുന്നുണ്ട്. ഈ ഒരു വിചാരം ഇങ്ങനെ കടന്നു വരുമ്പോഴൊന്നും നമ്മൾ അറിയാത്ത ഒരു പുതിയ അനുഭവമാണ് കുഞ്ഞ് ഭൂമിയിൽ പിറന്നിട്ട് നമ്മൾ ആദ്യം കാണാൻ പോവുകയാണ്. കാണാൻ പോകുമ്പോൾ അതൊരു റാഗിങ് തന്നെയാണ്. നമ്മളങ്ങോട്ട് കയറുമ്പോഴേക്ക് കുറച്ച് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ കുറെ സ്ത്രീകൾ ആ പ്രസവ വാർഡിന്റെ അല്ലെങ്കിൽ വീട്ടിൽ പ്രസവിച്ച റൂമിന്റെ അവിടെ ഒക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവരിൽപ്പെട്ട ഒരാൾ പറയും, ആ കുഞ്ഞന്റെ വാപ്പ വരുന്നുണ്ട്. സഹിക്കാൻ പറ്റാത്തൊരു പ്രയോഗമാണ്. കുഞ്ഞന്റെ ഉപ്പ വരുന്നുണ്ട്. നമ്മൾ ചെന്ന് നോക്കുമ്പോഴോ ഈ കുഞ്ഞിനോട് കാണാൻ പറ്റിയ രൂപത്തിലായിരിക്കൂല അധികവും. ജനിച്ച ഉടനെ കുഞ്ഞിന്റെ രൂപം ഒരു എലിക്കുഞ്ഞിന്റെ ഒക്കെ മാതിരി, ഒരു കണ്ണുങ്ങോട്ട് കീറാതെ ചെവിയെല്ലാം കൂടി അങ്ങനെ. ഇവിടാണ് ഒരു കോടുവയറ് വേറെ, പിന്നെയാണ് കരയെന്ന് മാത്രമേ അറിഞ്ഞോളൂ. ഇങ്ങനെ ഒരാളെ സമീപിച്ച് നമുക്ക് പരിചയമില്ല. നമ്മൾ കാണുന്നതൊക്കെ നല്ല മനുഷ്യന്മാരെയും ഏതാണ്ട് കണ്ടാലും ഒരു രൂപമുള്ളവരെയും സംസാരിക്കുന്നവരെയും ചിരിക്കുന്നവരെയും അല്ലേ നമ്മൾ കാണാറുള്ളത്. ഇത് നമ്മളെ കുഞ്ഞുമാണ്, പക്ഷെ ഇതിന്റെ രൂപങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആ റൂമാണെങ്കിൽ ഒരു ജാതി മണവും ഒരു രക്തത്തിൻ്റെതായ പ്രത്യേകമായൊരു ചുവ എല്ലാം കൂടിയുള്ള ആ റൂമിൽ മെല്ലെ നമ്മൾ തടിയെടുക്കുമ്പോ അങ്ങനെ പോകാനൊന്നും പറ്റൂല. ബാപ്പയാണ് രണ്ടാമത്തെ പ്രയോഗം, വലിയൊരു അടിയായി മാറുക. പക്ഷെ അന്ന് മുതൽക്ക് ഭാരം തുടങ്ങി. ആ ഭാരണി എപ്പോഴാ തീരുക? ആ ഭാരമനി തീരുന്നത് ഒരിക്കലും തീരാത്ത ഭാരമാണ്. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊണ്ട് സന്തോഷം നിങ്ങളെക്കാൾ എനിക്കാണ് സന്തോഷം. തനാകഹൂ വതനാസലൂ, നിങ്ങൾ കല്യാണം കഴിക്കുകയും ധാരാളം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക. ഫഇന്നി ഉബാഹി ബികും അൽ ഉമമ യൗമൽ ഖിയാമ വലൗ ബിസ്സിഖത്ത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് സന്തോഷമാണ്. നാളെ മഹ്ശറയിൽ വരുമ്പോൾ എന്റെ ഉമ്മത്തിങ്ങനെ അധികമുണ്ടായാൽ എനിക്ക് സന്തോഷമാണ്. ആ റസൂലുള്ളാഹിന്റെ ആ ഉമ്മത്തിലേക്ക് ഒരു 2-3 കുട്ടികളെ നമ്മളങ്ങ് ദാനം നൽകിയാൽ നിയ്യത്ത് നന്നെങ്കിൽ വലിയ പ്രതിഫലമുള്ള അമലാണ്. ഉസ്താദെ 4-5 എണ്ണമൊക്കെ പ്രസവിച്ചിരുന്നു, ഒന്ന് മരിച്ചു പോയതാണ്. മരിച്ച കുട്ടിക്കും പേരിടൽ സുന്നത്താണ്. ജീവനില്ല, കുഞ്ഞിന് ജീവനില്ല. ഭൂമിയിൽ വരുമ്പോ ആ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നില്ലേ, എന്നാലും ആ കുഞ്ഞിന് പേരിടണം. ഞാൻ ഓർക്കുന്നു, എന്റെ ചെറിയൊരു അനുജൻ, ആ കുട്ടി അബ്ദുൽ വഹാബ്, ബാപ്പ പേരിട്ട്. ഞാൻ ആ കാണാൻ വേണ്ടി വളരെ ആവേശത്തോടെ കുഞ്ഞിനെ കാണാൻ പോയപ്പോൾ ജീവനില്ല. രാത്രി 2 മണിക്ക് ഒരു മുരിക്കുംപെട്ടിയിലെല്ലാം കൂടി എവിടുന്നോ കവർ ചെയ്ത് തക്കാളിപ്പെട്ടിയുടെ അതിലെല്ലാം കൂടി കയറ്റി റെഡിയാക്കി ആണി വെച്ച് കൊണ്ടുവന്നാണ്. ആംബുലൻസും മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആംബുലൻസ് വിളിക്കാനുള്ള സാമ്പത്തിക ശേഷിയും ഇല്ലാത്ത കാലഘട്ടമാണ്. അങ്ങനെ തോളിലേറ്റി മെഡിക്കൽ കോളേജിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നാണ്. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് തുറന്നു. അബ്ദുൽ വഹാബിനെ കാണാൻ എനിക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചു വാപ്പ. ഞാൻ ആ കുഞ്ഞിനെ പോയി വിളിച്ചു നോക്കുമ്പോ മരിച്ചു കിടക്കുകയാണ്. എന്റെ കൽബിലൊരു സംശയം, എന്തിനാണ് ജീവനില്ലാത്ത കുഞ്ഞിന് പേരിട്ടത്? ആ കുഞ്ഞും നാളെ ആഖിറത്തിൽ ഉമ്മക്കും ബാപ്പക്കും ശഫായത്ത് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അല്ലാഹ് നമ്മളിൽ നിന്ന് മക്കൾ മരിച്ചുപോയ പലരും ഈ മജ്‌ലിസിലുണ്ട്. അർഹമുർറാഹിമീനായ റബ്ബ് ആ കുട്ടികൾ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. കുഞ്ഞുങ്ങൾ നമുക്ക് സന്തോഷമാണ്, നമുക്ക് അഭിമാനമാണ്. പക്ഷേ അത് അഭിമാനമാകണമെങ്കിൽ ആ കുട്ടികൾക്ക് നല്ല ഉപദേശം ചെയ്യണം. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ തന്റെ മകനോട് ഉപദേശിക്കുന്നു. എങ്ങനെയാണ് ഉപദേശിക്കുന്നത്? ഭക്ഷണം നമ്മളാണ് കൊടുക്കുന്നത്, വസ്ത്രം നമ്മളാണ് കൊടുക്കുന്നത്, വീട് നമ്മളാണ് സൗകര്യപ്പെടുത്തിയത്. ഇനി ഏത് നമ്പറിലും വിളിച്ചൂടെ? വിളിക്കാം. എങ്ങനെയും വിളിച്ചൂടെ? വിളിക്കാം. നമ്മളെ പവറുള്ള വിളിയൊക്കെ വിളിക്കാൻ പറ്റിയ കുട്ടിയല്ലേ നമ്മളെ കുട്ടി. അന്യന്റെ കുട്ടിയെ വിളിക്കുന്നത് പോലെയാണോ?
അന്യന്റെ കുട്ടിയെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ വിളിച്ചാൽ അടി കിട്ടും. അവന്റെ വാപ്പ ഒന്ന് പറയും. എളാപ്പക്ക് വരെ അധികാരം ഉണ്ടെങ്കിലും എളാപ്പ കരുതിയിട്ടാ സംസാരിക്കാറുള്ളത് അല്ലേ? എളാപ്പ മകനോട് സംസാരിക്കൽ തടി സൂക്ഷിച്ചിട്ടാണ്. ദേശം അകലം പാലിച്ചുകൊണ്ട്, നാസുറോ ഈ പള്ളിയിലൊന്നും പോയില്ലേ എന്നേ ചോദിക്കൂ. പള്ളി പോയിക്കോടോ അങ്ങനെ പറയാൻ ധൈര്യമല്ല, കാരണം ബാപ്പല്ല എളാപ്പായതുകൊണ്ടാണ്. ചിലപ്പോ ഈ കുട്ടി ചോദിക്കും, നിങ്ങളെ അഷ്റഫ് ആ മാവിന്റെ മുകളിലുണ്ട്, അവനെ ആദ്യം വിളിച്ചു കൊണ്ടുവരും, എന്നിട്ട് നമ്മളെ വിളിക്കുന്നത്. എളാപ്പന്റെ ഫ്യൂസ് ഊരാൻ വേറൊന്നും വേണ്ട. അങ്ങനെ എളാപ്പന്റെ മകനുള്ളത് മരത്തൻ അതിന്റെ മുകളിലാ, പറങ്ങി മൂച്ചിന്റെ മുകളിലാണ്. നമ്മൾ ഈ മൂച്ചിന്റെ താഴാള്, ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെ കൂടുതൽ നിങ്ങൾ ഉപദേശിക്കണ്ടെന്ന് പറഞ്ഞു പോയാ കുടുങ്ങിയില്ലേ? അതേ സമയത്ത് വാപ്പന്റെ പവർ അതല്ല. ബാപ്പന്റെയും മകന്റെയും രക്തം ഒന്നാണ്. അതുകൊണ്ട് തന്നെ വാപ്പക്ക് നല്ലതായ നല്ല പവറുണ്ട്. ആ പവർ വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മകനെ വിളിക്കുന്നത്. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി, ഇന്നി അറാ, ഞാൻ കാണുന്നു എന്നെ അറുക്കണമെന്ന്. ഫൻദുറു മാദാ തറാ. കുട്ടിയുടെ മറുപടി, നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ച് ചെയ്തു കൊള്ളുക. ഞാൻ നിങ്ങളെ മകനാണ്, നിങ്ങൾ തരുന്ന ആഹാരം കഴിക്കുന്ന ആളാണ്, നിങ്ങളാണ് എന്റെ എല്ലാ ആളും എന്ന് കുട്ടി ഇങ്ങോട്ട് മറുപടി പറയുന്നു. കാരണം ബാപ്പക്ക് മകനുള്ള അധികാരം അത്ര വലിയ അധികാരമാണ്. ആ അധികാരം ഉപയോഗപ്പെടുത്തി ഈ തയ്യൽക്കാരൻ മകനെ വിളിക്കുന്നു, മോനെ വാ. പക്ഷേ ലുക്മാൻ വിജയിച്ചു, നമ്മളും വിജയിക്കണം. മക്കളെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ നമുക്ക് വിജയമുണ്ടാകണം. എങ്ങനെയാണ് വിളിക്കുന്നത്? യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ. ഖുർആനിൽ എവിടെയെല്ലാം ബാപ്പമാർ മക്കളെ അഭിസംബോധനം ചെയ്യുന്നുണ്ടോ അവിടെ ഒക്കെ കാണാം യാ ബുനയ്യ, യാ ബുനയ്യ, കുഞ്ഞനെ, കുഞ്ഞു, അതാ അങ്ങനെ അതിന്റെ അർത്ഥം. മലപ്പുറം ജില്ലയിലാകുമ്പോൾ ഒന്നുകൂടി അത് അങ്ങനെ തന്നെ പച്ചയിൽ ഇങ്ങനെ കാണാം, അച്ചയേക്ക് കാണാം. കോഴിക്കോട് അത്ര കുഞ്ഞുവിളികൾ ഇല്ല, കുട്ടിവിളികൾ ഇവിടെ കുഞ്ഞും കുട്ടിയെല്ലാം കൂടി കുട്ടി അഹമ്മദ് കുട്ടി വരെ ആവാറുണ്ട്. നല്ലതാ, അതൊക്കെ നല്ലതാ. അതൊന്നും വിദേഹത്തല്ല. ഉമർ ബിൻ ഖത്താബിനെ ഒന്നും ഉമർ കുട്ടി ഉമർ എന്നൊന്നും വിളിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ വിദേഹത്താണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇതും പരിഹസിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൂടായില്ല. പക്ഷേ അവരൊന്നും ജീവിക്കുന്നത് മനുഷ്യരോടൊപ്പമല്ല, നമ്മൾ ജീവിക്കുന്നത് മനുഷ്യരോടൊപ്പമാണ്. മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഖുർആൻ സംബോധിക്കുന്നത്. അത്ര മാത്രമേ ഞാൻ ആ വിഷയത്തെ പറ്റി പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, യാ ബുനയ്യ, കുഞ്ഞുമോനെ. എന്താണ് ലുഖ്മാൻ കുഞ്ഞുമോനെ എന്ന് വിളിച്ചത്? അത് വിളിക്കുന്നത് പറയാം, എടാന്ന് വിളിച്ചാ പോരാ, എടാ എടാ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിൽ ഒരു സ്ത്രീ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, എന്റെ കുട്ടി ഒരു ചെറിയ കേസിൽ പ്രതിയാണ്. നബിയെ, എന്താന്ന് വെച്ചു? ഇവൻ ഈത്തപ്പന മരത്തിന് എറിയുന്നു. നമ്മളെ കുട്ടികളൊക്കെ റോഡ് സൈഡിലുള്ള മാവിന് എറിയുന്ന പഴയ കാലം. ഇപ്പൊ കുട്ടികൾക്ക് അതിന് സമയമല്ല, മൊബൈൽ നന്നാക്കാൻ തന്നെ സമയമില്ലാത്തത് കൊണ്ട് ബാപ്പയോട് സഹായം ചോദിക്കുകയാണ്, ഇതൊന്ന് ശരിയാക്കാൻ നിങ്ങൾ കൂടി തരുമോ? ബാപ്പ പറഞ്ഞു, ഐ ആം ആൾസോ ബിസി, ഞാൻ എന്നെക്കാൾ തിരക്കിലാണ്, എന്റെ വേറെ മൊബൈൽ തീരെ മിണ്ടുന്നില്ല. ഇതാ എപ്പോഴത്തെ സമാനം. അപ്പൊ ഈത്തപ്പന മരത്തിന് കുട്ടി കല്ലെറിയുന്നു. ആ എറിഞ്ഞ കുട്ടിയെ കൊണ്ടുവന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിൽ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി ആ കുഞ്ഞിനെ അടുത്തേക്ക് വിളിച്ച്, മോനെ ഇവിടെ വാ, ഇവിടെ വാ. ഫലാ തർമി, ഇനി എറിയരുത്. വമാ സഖത്ത ഫകുൽഹു, താഴെ വീണ് കിടക്കുന്നതും ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്നതുമായ ഒരു മുന്തിരിച്ചോള, ഒരു മാങ്ങന്റെ ചെറിയൊരു കഷ്ണം ഒക്കെ റോഡുമല അവിടെ എവിടെയാ കിടക്കുന്നു, ആരും തിരിഞ്ഞു നോക്കുകയില്ല. നഷ്ടപ്പെട്ടാൽ പിന്നെ അന്വേഷിക്കുകയുമില്ല. അത്രയും ചെറിയത് പൊതു സ്വത്തിൽ നിന്ന് വീണ് കിടക്കുന്നുവെങ്കിൽ നീ എടുത്തോ, മാറാപ്പാക്കരുത്, കടലാസിൽ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരുത്, അവിടുന്ന് തിന്നോ, വിശപ്പ് മാറാൻ പറ്റിയ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത സംഭവം ഹദീസിൽ കാണാം. ആ കുട്ടി അത് പ്രകാരം നന്നാവുകയും ചെയ്തു. അപ്പോ യാ ബുനയ്യ, യാ ബുനയ്യ, കുഞ്ഞുമോനെ. അതാണ് മനഃശാസ്ത്രം. കുട്ടികളെ വിളിക്കേണ്ടത് അങ്ങനെയാണ്. കുഞ്ഞനെ എന്ന് വിളിച്ചാൽ കുട്ടി അവൻ അനുസരിക്കും. കുട്ടിയെ നീ ഇത് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം വേറൊരു ശൈലിയുണ്ട്. എന്റെ കുട്ടിയാണെങ്കിൽ ഇപ്പൊ കോട്ടക്കൽ പോയിട്ട്
മീൻ കൊണ്ടുവരുമല്ലോ, എൻ്റെ കുട്ടിയാണെങ്കിലേ കൊണ്ടുവരുമല്ലോ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് കുട്ടി പോയി സാധനം വാങ്ങി വന്ന് സൈക്കിൾ മേൽ വന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഈ പോയി വന്ന് ആ പോയി വന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. നല്ല കുട്ടി എന്ന് നമ്മളെ പകരം അഭിനന്ദനവും കൂടി കിട്ടിയാൽ പിറ്റേന്ന് വേറെ എവിടെയും പോകാൻ പിന്നെയും തയ്യാറാണ്. അത് തിരിച്ച് എടാ ഒന്ന് പോയി വാ, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാലോ എൻ്റെ പണി എനിക്ക് പണി ഉണ്ടോ അല്ലേ എന്നൊക്കെ നിർണയിക്കുന്നത് നിങ്ങളാണ്. ഞാനും ഒരു പൗരനാണ്. അടുത്ത ഇലക്ഷനിൽ വോട്ടവകാശമൊക്കെ വരാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ മാത്രമേ വളരുന്നുള്ളൂ. ഞാനും ഇങ്ങനെ വളരുന്നുണ്ട്. നിങ്ങൾ തളരുകയാണ്, ഞാൻ വളരുകയാണ് എന്നൊക്കെ കുട്ടി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടാവും. അത് പറയാൻ ഇടവരുത്താതിരിക്കണമെങ്കിൽ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ശൈലി നമ്മൾ സ്വീകരിക്കുക. യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഒരുപാട് കാര്യം എന്നോട് പറയാനുണ്ട്. നിന്റെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് നീ കേടുവന്നു പോകാൻ പാടില്ല. നീ നന്നാകേണ്ടവനാണ്. നിന്റെ പ്രായം അതാ പൊട്ടിത്തെറിക്കുന്ന പ്രായമാണ്, എന്തും ചെയ്യാൻ തോന്നുന്ന പ്രായമാണ്. Young men have a passion to object everything. എല്ലാറ്റിനെയും എതിർക്കുക എന്ന, എല്ലാറ്റിനെയും വിസമ്മതിക്കുക എന്ന, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുക എന്നൊരു സ്വഭാവം കുട്ടികൾക്ക്, യുവാക്കൾക്ക് ഉണ്ടാകാറുണ്ട്. 9 വയസ്സ് മുതൽക്കാണ് തുടങ്ങുക. 9 വയസ്സിൽ തുടങ്ങും എതിർക്കൽ, വിസമ്മതിക്കൽ. കഴിയോ? എന്നോടാ ചോദിച്ച് കഴിയോ? ഞാൻ പറഞ്ഞില്ല എന്നാ കഴിയൂലെന്നാ. ആ 2 അർത്ഥത്തിന് വാപ്പ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അതാണ് വിസമ്മതാണത്. ഈ വിസമ്മതിക്കുന്ന കുട്ടിയെ സമ്മതിപ്പിച്ചെടുക്കണല്ലോ, നമ്മളെ റൂട്ട് കൊണ്ടുവരണ്ടേ. എന്ത് ഭാരമുള്ളത് പറഞ്ഞാലും ആ കുട്ടി അത് സ്വീകരിക്കണം, ആ കുട്ടി അത് അംഗീകരിക്കണം, ഉൾക്കൊള്ളണം. എന്നിട്ട് എങ്ങനെയാണ് കുട്ടി ആയിത്തീരേണ്ടത്? സുബ്ഹാനല്ലാഹ്, അലി ഇബ്നു അബീ ത്വാലിബിനെ ബാപ്പയായ അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ കൊണ്ടുവരുന്നു. അബൂ താലിബിന് കുറെ മക്കളുണ്ട്. ആ മക്കൾ എല്ലാറ്റിനെയും കൂടി വളർത്താൻ അബൂ താലിബിന്റെ കയ്യിൽ പണമില്ല, കഴിവില്ല. അവസാനം അബൂ താലിബിനോട് അബ്ബാസ് എന്നവർ പറഞ്ഞു, നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ കുട്ടികളെ 3 കുട്ടികളെ 3 സ്ഥലത്ത് കൊണ്ടുപോയാക്കിയാൽ മതി, എന്നാ കുട്ടികളൊക്കെ നന്നായിക്കോളും. അപ്പൊ അബൂ താലിബിന് മനസ്സിലായി കുറെ മക്കളുണ്ട്, ഈ മക്കളെ ഒന്ന് ആ ഉസ്താദിന്റെ അടുത്ത്, ഒന്ന് ഈ ഉസ്താദിന്റെ അടുത്ത്, ഒന്ന് മറ്റേ ഉസ്താദിന്റെ അടുത്ത് പോയാൽ അവിടെ ഭക്ഷണവും കിട്ടും, വളരുകയും ചെയ്യും. അങ്ങനെ വളർന്ന മക്കളെ കൊണ്ട് ബാപ്പ ഇന്നിങ്ങനെ സന്തോഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ മജ്ലിസിലേക്ക് നോക്കുമ്പോൾ കാണുന്ന മുതഅല്ലിമീങ്ങൾ ധാരാളമുണ്ട്. അവരെ മുഴുവനും അവരെ വാപ്പമാർ നല്ല മനുഷ്യന്മാരെ കയ്യിൽ ഏൽപ്പിച്ചത് കൊണ്ട് അവർ നന്നായി കിട്ടിയതാണ്. ഇപ്പൊ അതിന്റെ സന്തോഷം ആ ബാപ്പ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. യാ അല്ലാഹ്, ഈ മജ്ലിസിന്റെ ഹക്കുകൊണ്ട് ഞങ്ങളെ മക്കളെ മുഴുവനും ഞങ്ങളെക്കാൾ നല്ലവരെ ഹദറത്തിൽ കൊണ്ടുപോയി നല്ല സംസ്കാരം കിട്ടുന്ന മക്കളാക്കി തരണം അല്ലാഹ്. നീ അതിന് തൗഫീഖ് നൽകണം റഹ്മാനേ. അബ്ബാസ് ഒന്ന് ചോദിക്കുന്നു, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. അവസാനം ഒരു കുട്ടിയെ അബൂ താലിബിൻ എന്ത് ചെയ്തു? അബൂ താലിബിന്റെ ഒരു കുട്ടിയായ അലിയിനെ അബ്ബാസ് എന്നവരും എല്ലാം ഇങ്ങോട്ട് എടുത്തിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അബൂ താലിബിന്റെ നമ്മളെ മൂത്താപ്പാന്റെ കുട്ടിയാണ്, ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. ആ കുട്ടി അവിടെ വളർന്നു, ആ വളർന്ന് വലുതായി മിടുക്കനായി മാറുന്നു, ഏറ്റവും നല്ല കുട്ടിയായി മാറുന്നു. വളരെ വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി. കുട്ടിയെ മനഃശാസ്ത്രപരമായ സമീപത്തിലൂടെ സംസ്കരിക്കുന്നു. ലുഖ്മാൻ പറയുന്നു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, നിന്നോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ പ്രപഞ്ചത്തിന്റെ ഒരു കേന്ദ്രമുണ്ട്, ഇതിനൊരു തറവാടുണ്ട്. ആ തറവാടാണ് അല്ലാഹു, ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ്. ആ റബ്ബും നീയും തമ്മിലുള്ള ബന്ധം നന്നാക്കണം. നീ ചെയ്യുന്ന ചെറുതും വലുതുമായ മുഴുവൻ പ്രവർത്തനങ്ങളും അവന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. ഇമാം ഗസാലി പറഞ്ഞതുപോലെ കറുത്ത പാറ, ആ പാറയിൽ അതാ ഒരു ദ്വാരം, ആ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ രാത്രി സമയത്ത് ഒരു ഉറുമ്പിങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ ഇമാം ഗസാലി ചോദിക്കുന്നു, ആ ഉറുമ്പിനെ മനുഷ്യ നിനക്ക് കാണാൻ കഴിയുമോ? കറുത്ത പാറ, ആ പാറയിലൊരു ദ്വാരം, ആ ദ്വാരത്തിലൂടെ ഒരു കറുത്ത ഉറുമ്പ് രാത്രി സമയത്ത് അതാ താഴോട്ട് ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ മനുഷ്യന് ആ ഉറുമ്പിനെ കാണാൻ കഴിയുമോ? ഇല്ല. എങ്കിൽ ആ കൂരിരുട്ടുള്ള സമയം ആ കറുത്ത പാറയിലെ ദ്വാരത്തിലൂടെ കടന്നു പോകുന്ന ഉറുമ്പിനെ കാണുന്ന ഒരു ശക്തിയുണ്ട് കേട്ടോ. ആ ശക്തിയാണ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിന്റെ റബ്ബ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ടായിരിക്കണം നിന്റെ പ്രവർത്തനങ്ങൾ.
ഇന്ന അഖ്വഫ മാ അഖാഫു അശ്ശിർകുൽ അസ്ഗറു സദഖ റസൂലുള്ളാഹി. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്ന് പറയുന്നത് വലിയ പാതകമാണ്. എന്താണ് ശിർക്ക്? അല്ലാഹുവിന്റെ കഴിവുകൾ അല്ലാഹു അല്ലാത്തവരിൽ ആരോപിക്കുന്നതിന് ശിർക്ക് എന്ന് പറയും. അല്ലാഹുവിനെ പോലെ അല്ലാഹു അല്ലാത്തവർക്ക് കഴിവുകൾ, അല്ലാഹുവിന്റെ എല്ലാ കഴിവും അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആരോപിക്കുകയും അല്ലാഹു നൽകാതെ തന്നെ സ്വയം തന്നെ ആ കഴിവുകൾക്ക് അവർക്ക് ഉടമത്വമുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് ശിർക്കാണ്. ആ ശിർക്ക് മുസ്ലിം സമുദായത്തിൽ കടന്നു വരികയില്ല. സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, മുസ്ലിം സമുദായം പിശാചിനെ ആരാധിക്കുക എന്നതിൽ നിന്ന് പിശാച് നിരാശപ്പെട്ടിരിക്കുന്നു. അതുണ്ടാവില്ല. വലാകിൻ ഫി തഹരീശി ബൈനഹും. മുസ്ലിമീങ്ങളിൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന ഗുരുതരമായ ഒരു സംഭവം എന്താണ്? ഭിന്നിപ്പിക്കുക എന്നതാണ്. അത് പിശാച് ഇങ്ങനെ തുടരും. അതിപ്പോഴും നടക്കുന്നുണ്ട്, ഭിന്നിപ്പിക്കൽ. ഒന്നിച്ച് വന്ന ആളുകൾ പോകുമ്പോൾ ഭിന്നിച്ചാ പോവുക. വന്ന ബസ്സിലല്ല പിന്നെ അങ്ങോട്ട് പോകുന്നത്, അല്ലേ? വേറെ ബസ്സിൽ പോയി 4 ആൾ ഒന്നിച്ച് വന്നായിരുന്നു. പോകുമ്പോ ഒരാളെ കാണുന്നില്ലേ? അല്ല, എവിടെ പോയി? എവിടെ കാണുന്നില്ലല്ലോ. അത് വേറെ പോയി ഉണ്ടാവും. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ നമ്മളെ പറഞ്ഞത് പറ്റിയിട്ടില്ല, അതാണ് പോയതാ. ചെറിയ എന്തോ ഉണ്ടാവുമ്പോഴേക്ക് അങ്ങനെയാണ് മൂപ്പര സ്വഭാവം. ലേശം പ്രഷറും ഉണ്ടില്ലേ? റമദാനിൽ നമ്മളെ കുറെ ഗീബത്തും കുറെ പ്രഷറും എല്ലാം കൂടി കൂടിയിട്ട് പോകുമ്പോൾ കുറച്ച് ഹസൻസൊക്കെ നഷ്ടപ്പെടുത്തിയ പോലെ. ഇതൊക്കെ പിശാചിന്റെ പണിയാണ്. അവിടുന്ന് ഭയപ്പെടുന്നത് ഏതാ? ഭയപ്പെടുന്ന ഒരു ശിർക്കുണ്ട്. ആ ശിർക്ക് ഏതാണ്? അശ്ശിർകുൽ അസ്ഗർ. ലുഖ്മാൻ പറയുന്നു, മോനെ, ശിർക്ക് നിന്റെ വക്കൽ ഉണ്ടാകാൻ പാടില്ല. ശിർകുൽ അസ്ഗർ പെട്ടെന്ന് മനുഷ്യരിലേക്ക് കയറും. അതേതാണ്? റസൂലുള്ളാഹി പറയുന്നു, അർരിയാ, ലോകമാന്യം. ലോകം കാണാൻ വേണ്ടി, മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ അത് ശിർക്കായി തീരും. അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കട്ടെ. മറ്റേ ശിർക്ക് പെട്ടെന്ന് വരുന്ന ശിർക്കല്ല. ഏത്? അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന ആ വലിയ ഗൗരവമുള്ള ശിർക്ക് മുസ്ലിം സമുദായത്തിൽ വരില്ല. കാരണം നമ്മുടെ സിദ്ധാന്തം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പതിവായി പറയുന്നു, അതിങ്ങനെ കേൾക്കുന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ നിസ്കാരം ഇങ്ങനെ നടത്തുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിലേക്ക് വലിയ ശിർക്ക് വരൂല. എവിടുന്ന് വരാൻ? വഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹും യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കൂ. മക്കയിലുണ്ടായിരുന്ന ഉത്ബത്തിനോടും ശൈബത്തിനോടും വിളിച്ചിട്ടൊന്ന് ചോദിക്കൂ, ഓ മനുഷ്യ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയോ? ഓൻ പറയുന്നതെന്നറിയോ? ഏയ്, അത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഞാൻ പറയൂലേ. അത് പറയൂലേ? ആ വാശിക്കാരായിരുന്നു അവർ. എന്നാൽ ഇന്നത്തെ ഇസ്ലാമിക സമൂഹം, ഞാൻ പറയട്ടെ, ഇന്നത്തെ ഇസ്ലാമിക സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മടിയുള്ള ഒരൊറ്റ മുസ്ലിമിനെയും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയ ശിർക്ക് ഈ സമുദായത്തിൽ കടന്നു വരികയില്ല. കടന്നു വരുന്ന ശിർക്ക് അശ്ശിർകുൽ അസ്ഗറു. മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ ഉമ്മത്തിൽ ഇങ്ങനെ വർദ്ധിക്കും. അത് ശിർക്കാണ്, ചെറിയ ശിർക്കാണ്. ഉദാഹരണം, നിസ്കരിക്കുന്ന സമയം അതാ ഒരാൾ കയറി വരുന്നു, അവനെ കാണാൻ വേണ്ടി നിസ്കാരം ഒന്ന് നമ്മൾ അതിന്റെ തോതൊന്ന് നന്നാക്കുകയും അതിന്റെ രൂപങ്ങളൊന്ന് ഭംഗിയാക്കുകയും ചെയ്താൽ ആ ഇബാദത്ത് അല്ലാഹു തള്ളുന്നു, അല്ലാഹു തള്ളിക്കളയുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ധർമ്മം ചെയ്യുമ്പോൾ ധർമ്മത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ധർമ്മം കണ്ണില്ലാത്തവന് നൽകുന്ന ധർമ്മമാണ്. കാരണം അവിടെ ശിർകുൽ അസ്ഗർ വരുന്നില്ല. കണ്ണില്ലാത്തവന് ധർമ്മം ചെയ്യലാണ് ഏറ്റവും പുണ്യമുള്ള ധർമ്മം. കണ്ണുള്ളവന് നാം പലപ്പോഴും ധർമ്മം ചെയ്യുന്നത്, ഒന്ന് അവൻ എന്നെ ഒന്ന് കാണട്ടെ, ഞാനത് തരുന്ന ആളാണ്, കൊടുക്കുന്ന ആളാണെന്ന് അവനൊന്ന് കാണട്ടെ, അവനൊന്ന് അറിയട്ടെ. പിറ്റേന്ന് നമ്മൾ ആ വഴിക്ക് പോകുമ്പോ അവൻ എഴുന്നേറ്റെത്തും. നമ്മളോട് വാങ്ങിയ ആളൊന്ന് എഴുന്നേറ്റൊരു സല്യൂട്ടൊക്കെ തരും. ആചാരം എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഇവിടം വരെ, വിശേഷങ്ങളൊന്നുമില്ലല്ലോ. വിശേഷമൊന്നുമില്ല. കഴിഞ്ഞ വല്ലോ ഞാൻ ഈ വഴിക്ക് പോയിരുന്നു, അന്ന് ഈ വിശേഷം ഒന്നും ഈ ചോദിച്ചില്ലല്ലോ. അന്ന് പിന്നെ അങ്ങനെ 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 ഇപ്പൊ ഒരു 100 രൂപ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ ഈ എഴുന്നേറ്റിക്കൊരു ഈ ബഹുമാനിക്കൽ. ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണ്ടെന്നല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത്
ഈ ധർമ്മം തന്ന ആളോട് ധർമ്മം വാങ്ങിയ ആൾ ഒരു ബഹുമാനം കാണിക്കുമ്പോൾ ധർമ്മം കൊടുത്ത ആളെ മനസ്സിൽ ചെറിയൊരു ഒരു വികാരം ഉണ്ടാകുക. ആ വികാരം എന്താണ്? അള്ളാഹു അല്ലാത്തവരെ സന്തോഷിപ്പിക്കുക എന്നത് അവിടെ കടന്നു വരികയും ചെറിയ ഒരു ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്യേണ്ടത് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അവിടെ സൃഷ്ടികളെ ബോധ്യപ്പെടുത്തുക എന്നൊരു സംഗതി കടന്നു വരുന്നത് കൊണ്ട് ലുഖ്മാൻ ഹക്കീം പറയുന്നു അത് വേണ്ട. എത്രത്തോളം എന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമത്ത് ബീവി റളിയല്ലാഹു അൻഹയും ധർമ്മം ചെയ്യുമ്പോൾ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി പറയുന്നു ഉമ്മു സലമ ബീവിയും ആയിഷ ബീവിയും ധർമ്മം ചെയ്താൽ, ധർമ്മം കൊടുത്തയച്ചാൽ ഒരാളെ പിന്നാലെ അയക്കും. ആയിഷ ബീവി ഒരാളെയും പിന്നാലെ അയക്കും. ഇത് നിങ്ങൾ ഇന്ന ആൾക്ക് കൊടുക്കണം, എന്നിട്ട് ഇത് വാങ്ങുന്ന ആൾ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കണം. ഇത് അവിടെ എത്തിയ ഉടനെ ആ വാങ്ങുന്ന ആൾ എന്തെങ്കിലും ഒന്ന് പറയല്ലോ. ഈ സംഖ്യ എവിടെങ്കിലും കിട്ടിയാൽ ആ കിട്ടിയ ആൾ എന്തെങ്കിലും പറയും. ശ്രദ്ധിച്ചാ അറിയാം. ചിലര് പറയും അൽഹംദുലില്ലാഹ് എന്ന് പറയും. വേറെ ചില ആള് പറയും ആജിയാർക്ക് അല്ലാഹു വല്ലാത്ത ബർക്കത്ത് കേട്ടിട്ട് വല്ലാത്തൊരു കിട്ടലാണ്. വേറെ ചില ആളുകൾ പറയും അത് ശരി, ഏതായാലും അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ 3 രൂപത്തിൽ സംസാരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ ബീവിയും സദഖ ചെയ്താൽ ഒരാളെ അയക്കുന്ന ഒരാൾ കൂടെ പോകും. ആ കൂടെ പോകുന്ന ആളോട് ആയിഷ ബീവി പറയും എന്താണ് വാങ്ങുന്ന ആൾ പറഞ്ഞത് എന്ന് അറിഞ്ഞ് ഇവിടെ വാ, എന്നിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഞാൻ കൊടുത്തയച്ച സംഖ്യ വാങ്ങുന്ന ആൾ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ അതുപോലത്തെ ഒരു ദുആ ഞാൻ അങ്ങോട്ട് ദുആ ചെയ്തു കൊടുക്കും. കാരണം അല്ലാതെ ഞാൻ കൊടുത്ത സദഖക്ക് അവര് ദുആ ചെയ്തു പോയാൽ ആ ദുആ അവർ സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ എന്റെ സദഖന്റെ കൂലി കുറഞ്ഞു പോകുമോ എന്നാണ് എന്റെ ഭയം. കാരണം ഞാൻ സദഖ ചെയ്യുന്നത് അവരെ ദുആഇന് വേണ്ടിയല്ല. അവരെ ദുആ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നാളെ ആഖിറത്തിൽ ഒരുപക്ഷെ എന്നോട് പറയും ആയിഷ നീ കൊടുത്ത ധർമ്മത്തിന്റെ കൂലിക്ക് അവരെ ദുആ കിട്ടിയില്ലേ, ഇനി എന്നോടൊന്നും ഉണ്ടാവില്ല എന്ന് റബ്ബ് പറഞ്ഞേക്കും. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്തിൽ പറയുന്നു അല്ലാഹുവിന്റെ പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ സാലിഹായ അമൽ ചെയ്യട്ടെ, അവർ ഒരിക്കലും തന്നെ ലോകമാന്യം ചെയ്യരുത്, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കരുത്. അല്ലാഹു തആല നമുക്ക് ഇഖ്ലാസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങേയറ്റത്തെ ഇഖ്ലാസിനെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലുഖ്മാൻ ഹക്കീമിന്റെ ഉപദേശമാണ്. രണ്ടാമത് ലുഖ്മാൻ പറയുന്നു ലുഖ്മാൻ ഹക്കീമിന്റെ വചനങ്ങളുടെ ഇടയിൽ, അതിന്റെ ഇടയിൽ, ആ ഉപദേശങ്ങളുടെ ഇടയിൽ മകൻ ഇങ്ങോട്ട് പാലിക്കേണ്ട ചെറിയ കാര്യം കൂടി അല്ലാഹു അവിടെ ഉണർത്തുന്നു. കാരണം ഇത് പറയുമ്പോൾ കുട്ടികളോട് ഉപദേശിക്കണം, അവർക്ക് ഗുണം ചെയ്യണമെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്കൊരാവശ്യമുണ്ട്. ഞങ്ങളെ കാര്യം എവിടെ ഇല്ലേ? കുട്ടികളുടെ കാര്യം മാത്രമാണ്. കുട്ടികൾക്ക് അങ്ങോട്ട് ഉപദേശിക്കണം, കുഞ്ഞേന്ന് വിളിക്കണം, തേനേന്ന് വിളിക്കണം, മോനോന്ന് വിളിക്കണം. ഞങ്ങളെ ഇങ്ങോട്ട് എന്താ അവര് ചെയ്യേണ്ടതെന്ന് ഖുർആനിലൊന്നും ഇല്ലേ? ഇത് ഏകപക്ഷീയായിട്ട് ഇങ്ങനെ പോവുക. കഷ്ടപ്പാടൊക്കെ ഞങ്ങൾക്കാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒന്നും ഉണ്ടായത്. ആദ്യം ഉണ്ടാവൂല എന്ന് ആരോ ഒക്കെ പറഞ്ഞു, പിന്നെ ഏതെല്ലാമോ മരുന്ന് കുടിച്ചു, എത്രയോ ഉസ്താദുമാരെ കൊണ്ട് ദ്വാരിപ്പിച്ചു, അങ്ങനെ ഒന്നും ഉണ്ടായതാണ്. ആദ്യത്തെ അബോർഷനായി പോയി. പിന്നെ രണ്ടാമത്തെ ഡോക്ടർ പറഞ്ഞു ഇളകരുത്. അങ്ങനെ ഇളകാണ്ട് ഇവളിങ്ങനെ ഒലക്ക വിഴിഞ്ഞത് പോലെ കുറെ കാലം നടന്നതാ. അന്നൊക്കെ ഇവളെങ്ങനെ കൊണ്ടെടുക്കല, ഓട്ടോറിക്ഷ വിളിച്ചാൽ ബുദ്ധിമുട്ടാന്ന് മനസ്സിലാക്കി കാറ് തന്നെ വിളിക്കും. അതിനൊക്കെ ക്യാഷ് നമ്മൾ കൊടുത്തതാണ്. ഇങ്ങനൊക്കെ അവസാനം ഒന്നുണ്ടായിട്ട് ഇപ്പൊ പറയുന്നു ആ കുഞ്ഞനെ മോനെ തേനേന്ന് വിളിക്കണോന്ന്. അതിന്റെ ഇടയിൽ ഞങ്ങളെ കാര്യമൊന്നുമില്ലേ? സൂറത്തുൽ ലുഖ്മാനിൽ അതിന്റെ ഇടയിൽ പറയുന്നു, 14ഉം 15ഉം വചനങ്ങളിൽ പറയുന്നു യുവാക്കളെ മറന്നുപോകണ്ട. അല്ലാഹു തആല ലുഖ്മാൻ എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ പറയുന്നു വവസ്വൈനൽ ഇൻസാന, ലോകത്തുള്ള സകല മനുഷ്യരോടും നാം ഉപദേശിച്ചു, ബിവാലിദൈഹി, ഉമ്മക്കും ബാപ്പക്കും ഗുണം ചെയ്യണമെന്ന്. ഹമലതുഹു ഉമ്മുഹു,
ഉമ്മാനെയും ബാപ്പാനെയും പറയുന്ന സ്ഥലത്ത് അല്ലാഹു തആല പ്രത്യേകം അതാ ബ്രേക്കറ്റിൽ ഉമ്മയെ എടുത്തു പറയുന്നു. ഹമലത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ ചുമന്നത് വഹ്നൻ അലാ വഹ്നിൻ, ഒരു സ്ത്രീയാണെന്ന ദൗർബല്യത്തിന് പുറമേ ഗർഭം പേറുക എന്ന് പറയുന്ന ലഗേജ് ചുമട് സഹിക്കുക എന്ന് പറയുന്ന രണ്ടാമത്തൊരു ഭാരം കൂടി ആ പാവപ്പെട്ട പെണ്ണ് വഹിച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ ലോഡ് ചുമക്കേണ്ടിയിരുന്നത് ആ വാപ്പയായിരുന്നു. വാപ്പക്കാണ് ആരോഗ്യം കൂടുതലുള്ളത്, പക്ഷെ ലോഡ് കൊടുത്തത് ഇപ്പുറത്താണ്. അതൊരു സൗകര്യത്തിനാണ്. ലോഡ് അവൾ ചുമന്നോട്ടെ, അതിനാവശ്യമുള്ള ചെലവൊക്കെ നടത്താൻ മൂപ്പരെ ഏൽപ്പിച്ചതാണ്. അത് തിരിച്ചായാൽ പെണ്ണിനെ പുറത്തിറങ്ങി പൈസ ഉണ്ടാക്കുന്ന പണി ഏൽപ്പിക്കുക, ലോഡ് വില ഏൽപ്പിച്ചാൽ സംഗതി ബുദ്ധിമുട്ടാണ്. ഇവൻ ഈ കുഞ്ഞിനെങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമ്പോ ഒരു ദിവസം അങ്ങനെ പിന്നെ എന്തോ ഒരു പ്രയാസം വന്നപ്പോ ഇവൻ ഡോക്ടർ അടുത്ത് പോയിട്ട് പറയും ഇത് കഴിയൂല, ഇതിങ്ങനെ വയറിങ്ങനെ വലുതാകാണ്, പല ഇത് വിഷമാണ്, ഇതൊന്നും ഒഴിവായി തന്നെ സാർ. ഇവളൊരിക്കലും ഇത് പറയൂല. ഏതെങ്കിലും ഒരു പെണ്ണ് മനഃപൂർവ്വം അബോർഷൻ ആക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ പിന്നിൽ ഒരു പുരുഷൻ ഉണ്ടാവും. ആ പുരുഷൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, ഓള് ചെയ്യൂലേ. 2 കൊല്ലമാണ് കുഞ്ഞിന് മുല കൊടുക്കേണ്ടത്. ആ 2 കൊല്ലക്കാലം ആ കുഞ്ഞിന് മുലയും അവൾ നൽകി. മുലപ്പാൽ നൽകിയതിന് പകരമുള്ള ചാർജ് അവൾക്ക് വേണമെങ്കിൽ ഈടാക്കാം. മുലപ്പാൽ കൊടുക്കൽ നിർബന്ധമില്ല. മുലപ്പാൽ കൊടുക്കുക എന്ന ബാധ്യത ഭർത്താവിനാണ്, വാപ്പക്കാണ്. അപ്പൊ അവൾക്ക് വേണം പറയാ, പിന്നെ പ്രസവിച്ചിട്ടുണ്ട്, ഇതുവരെ ഞാൻ സഹിച്ചതാണ്, ഇനി മുലപ്പാൽ കൊടുക്കണമെങ്കിൽ ചെറിയൊരു ചലാൻ കെട്ടണം എന്ന് പറഞ്ഞാൽ അവൻ കെട്ടേണ്ടി വരും. ആ കൊടുക്കൽ അവൾക്ക് നിർബന്ധമില്ല. 2 കൊല്ലം, ആ 2 കൊല്ലം ശുദ്ധമായ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവിടെ ഇടപെടും. അവൻ അവിടെ ഇടപെട്ട് പറയും, ആ അങ്ങനൊക്കെ മതി, നമ്മളെ ആ മുലപ്പാല് വാങ്ങാന്നറിയും. അമുൽ മുലപ്പാലിന്റെ വിപരീതമായിരിക്കും അമുൽ പാൽ, എരുമന്റെ പാല്. ആദ്യത്തെ ആ 2 കൊല്ലം ഈ എരുമന്റെ പാല് കുഞ്ഞിന് നൽകിയാൽ 2 കൊല്ലം കഴിഞ്ഞ് കുഞ്ഞിന്റെ സ്വഭാവങ്ങൾ പോത്തിൻ്റെതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ആദ്യത്തെ ഈ 2 കൊല്ലം ഈ മനുഷ്യന്റെ മുലപ്പാല് തന്നെ കിട്ടിയാൽ ആ കുഞ്ഞ് മനുഷ്യന്റെ മാതിരി ഇങ്ങനെ വളരും. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞു ഫിസാലുഹു ഫീ അമൈൻ, 2 കൊല്ലം മനുഷ്യ സ്ത്രീയുടെ മുലപ്പാൽ തന്നെ കുടിക്കട്ടെ. അത് കുടിക്കാതെ എരുമന്റെ കൊടുത്താൽ ഇവിടെ വേടാ വര ആ കൊമ്പൊന്ന് കാണിച്ചിട്ട് ഇങ്ങനെ നടന്നോ, എടാ നിനക്ക് ഉളുപ്പ് കുറവാ, ഉളുപ്പ് അങ്ങനെയല്ലേ ഉണ്ടാവും, അന്ന് തന്ന സാധനം അതല്ലേ. ഭാര്യന്റെ ഉമ്മാന്റെ സൗന്ദര്യം പോകുന്നു ഭയപ്പെട്ടിട്ട് നമുക്ക് ആ മെഡിക്കൽ ഷാപ്പിൽ നിന്ന് ആ കുപ്പി വാങ്ങി തന്നല്ലേ, അതിനനുസരിച്ചൊക്കെയുള്ള പ്രതികരണം ഉണ്ടാവുന്നതാണ്. കേട്ടാ നടന്നോ. സുബ്ഹാനല്ലാഹ്. വഫിസാലുഹു ഫീ അമൈൻ, അവിടെ എല്ലാം ഉമ്മാന്റെ ഇഷ്ടം, എന്റെ കുഞ്ഞിന് മുലപ്പാല് ഞാൻ തന്നെ കൊടുക്കും. അല്ലാഹു പറയുന്നു അനിഷ്കുർലി വലിവാലിദൈക്, നിന്നെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച എനിക്ക് നീ നന്ദിയുള്ളവനാകണം. വലിവാലിദൈക, നിന്റെ ഉമ്മക്കും ബാപ്പക്കും നീ നന്ദിയുള്ളവനായി മാറണം. ആ ഉമ്മയും ബാപ്പയും എത്രയാണ് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. കഅബത്തുല്ലാഹി ശരീഫ് തവാഫ് ചെയ്യാൻ വേണ്ടി അതാ പോകുന്നു. ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുന്ന സമയത്ത് ഉമ്മാനെയും കൂട്ടി ബാപ്പാനെയും കൂട്ടി, ക്യാഷ് ഇവന്റെ കയ്യിലുണ്ട്, അവന്റെ കയ്യിൽ പണമുള്ളത് കൊണ്ട് ഇവൻ ഹജ്ജിന് പോകുന്ന സമയത്ത് വാപ്പാന്റെ പേരും കൊടുത്തു, ഉമ്മാന്റെ പേരും കൊടുത്തു. 2ആളുടെയും ഒക്കെ നമ്പറും നറുക്കെല്ലാം കിട്ടി അവരെയും കൊണ്ടുപോകുന്നു. എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്നു, അവിടുന്ന് വാഹനത്തിൽ സഞ്ചരിക്കുന്നു. കഷ്ടപ്പാട്, പ്രയാസങ്ങൾ. ബാപ്പക്ക് കാലിന് നീരാണ്, ഉമ്മക്കാണെങ്കിൽ പലജാതി രോഗം. ആ തവാഫ് 7 വട്ടം ഇങ്ങനെ ചുറ്റാൻ വേണ്ടി, തവാഫുൽ ഇഫാദ എന്ന തവാഫൊക്കെ ചെയ്യണമെങ്കിൽ നല്ല തിരക്കുള്ള സമയം. എല്ലാം ചെയ്തതിന് ശേഷം ഉമ്മന്റെ മനസ്സിലൊരാഗ്രഹം, എനിക്ക് ഒന്നുകൂടി തവാഫ് ചെയ്യണം. ബാപ്പന്റെ ഒരാശ, ഒന്നുകൂടി ആ ഹറമിന്റെ അടുത്ത് ഒന്ന് കൊണ്ടുപോകണം. മകന്റെ മറുപടി, ആ മൂലയിൽ അവിടെ ഇരുന്ന നിർബന്ധമുള്ളതോ കഴിഞ്ഞിക്കണ്, അവിടെ ഇരുന്നാ മതി, ഞാൻ തരുന്ന സാധനം തിന്നുക, അവിടെ ഇങ്ങനെ കൂടുക. ഒരു മുസാഫും കൊടുത്തത് ഓതി അവിടെ കുടിക്കാം. ബാപ്പ പറയുന്നു, എടോ 1 മാസമായി തവാഫ് ഒറ്റൊന്നേ പോയിട്ടുള്ളൂ, ആ കഅബ കാണാൻ എന്റെ മനസ്സിന് വല്ലാത്ത ആശ,
എന്നെ ഒന്നുകൂടി കൊണ്ടുപോകണം. നല്ല മകനതാ ഒന്നുകൂടി കൊണ്ടുപോകുന്നു. ഉമ്മ പറയുന്നു, എന്നെ കൊണ്ട് നടക്കാനാകൂല, ഞാൻ എന്റെ ചുമലിൽ കയറിയിരിക്കട്ടെ. ആ ഉമ്മാനെ ചുമലിൽ വെച്ച്, ബാപ്പാനെ ചുമലിൽ വെച്ച് തവാഫതാ 7 തവാഫും പൂർത്തിയാക്കിയപ്പോൾ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഹദ്റത്തിൽ വന്നു ഈ കുട്ടി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയോടുള്ള കടപ്പാടുകൾ വളരെ വലുതാണ് എന്ന് എനിക്കറിയാം. അതെല്ലാം വീട്ടാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ആ ഉമ്മാനെ, ആ ബാപ്പാനെ ഞാൻ എന്റെ ചുമലിൽ വെച്ച് ആ തിരക്കുള്ള സമയത്ത് തവാഫെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് എന്റെ ഹക്കുകളൊക്കെ വീടിയതായി കരുതിക്കൂടെ? അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇല്ല മോനെ, ഉമ്മയോടും ബാപ്പയോടുമുള്ള ബാധ്യത നീ എത്ര അമല് ദുനിയാവിൽ അവർക്ക് ചെയ്തു കൊടുത്താലും ആ ഹക്ക് പിന്നെയും ബാക്കി തന്നെ, പിന്നെയും ബാക്കിയാണ്, തീരാത്തത്. അതുകൊണ്ട് തന്നെ സഈദ് ഇബ്നുൽ മുസയ്യിബ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഉമ്മയോടും ബാപ്പയോടും നിനക്ക് നന്ദി ചെയ്തത് പൂർത്തിയാക്കാനുള്ള ഒറ്റ മാർഗം നിസ്കരിച്ച് ഇരുന്നതിന് ശേഷം ആ ഉമ്മക്കും ബാപ്പക്കും വേണ്ടി നീ ദുആ മാത്രമാണ്. എന്താണ്? വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് നീ ദുആ ചെയ്യുക. ആ ദുആ കൊണ്ട് കിട്ടുക എന്നല്ലാതെ നീ എന്തെങ്കിലും കൊടുത്തിട്ടോ പൈസ കൊടുത്തിട്ടോ വേറെ എങ്ങനെ നീ കളിച്ചാലും നന്ദി പൂർത്തിയാവുകയില്ല. ദുആയിരുന്നോ? ആ ദുആ കൊണ്ട് ഒരു പക്ഷേ അല്ലാഹു തന്നെ രക്ഷപ്പെടുത്തിയേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ വചനത്തിൽ അത് പറയുന്നു. 15-ാമത്തെ വചനത്തിൽ ഒരു കേസ്, ഒരു സ്പെഷ്യൽ കേസാണ്. എന്താണ് അത്? സഅദ് ഇബ്നു അബീ വഖാസിന്റെ ഒരു ഇഷ്യൂ ആണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, നമ്മളെ പ്രസംഗത്തിലൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടെ കടന്നു വരും. വലിയ മഹാനാണ്, വലിയ ഭാഗ്യമുള്ള ആളാണ്. ഗാംഭീര്യത്തെ അദ്ദേഹത്തിന്റെ മുഖത്ത് അല്ലാഹു ഇട്ടുകൊടുത്തിരിക്കുന്നു. ഖാദിസിയ്യ സമരത്തിൽ ധീരമായ പ്രകടനം കാഴ്ചവെച്ച സ്വഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. പക്ഷേ കുട്ടിക്കാലത്ത് നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ആര് കഷ്ടപ്പെട്ടോ അവര് പിന്നീട് നല്ല വിജയത്തിൽ വരും കുട്ടികളെ. അതാണ് നിങ്ങളെ വാപ്പമാരൊക്കെ ആ കഷ്ടപ്പെട്ടതിന്റെ ഗുണമാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ വിജയം. പല സ്ഥലത്തും പോയി, അവിടെ എല്ലാം പോയപ്പോ ചങ്ങാടത്തിലൂടെ ഗൾഫിലേക്ക് പോയി, അങ്ങനെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി, അവിടെ ഹറാമായ ഒരു പിൽസ് എന്റെ സ്വത്തിൽ വരരുത് എന്ന് വാശി പിടിച്ച് അങ്ങനെ ഉണ്ടാക്കിയ സ്വത്ത് കൊണ്ട് മോനെ എന്നെ പോറ്റി വളർത്തി. അപ്പൊ അവരാണോ എന്റെ ഇപ്പൊ ഈ കാണുന്ന എല്ലാ വിജയവും. അത് നീ ഇപ്പോൾ നിന്റെ മക്കൾക്ക് വേണ്ടി അതേ മാർഗം നീ തെരഞ്ഞെടുത്താൽ നിന്റെ മക്കൾ നന്നായി തീരും. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അല്ലെങ്കിൽ അമ്മ, അമ്മ എന്ന് പറയാനാണ് സൗകര്യം, ഉമ്മ എന്ന് കേൾക്കലാണ് നല്ലത്. രണ്ടും പറയാവും.